ഇതുപോലത്തെ കവറുകൾ, ഈ കാണുന്ന കവറുകളെല്ലാം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു സീലിംഗ് ആവശ്യമാണ്. ഈ സീലിംഗ് പലതരത്തിലുണ്ട്. നമുക്ക് ഹാൻഡ് സീലർ വെച്ച് ചെയ്യാം, ബാൻഡ് സീലർ വെച്ച് ചെയ്യാം, അങ്ങനെ പല സീലുകളുണ്ട്. പക്ഷേ കോസ്റ്റ് കുറഞ്ഞ ചെലവിലുള്ള സീലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് സീലറാണ്. ഇന്ന് ഞങ്ങൾ ഹാൻഡ് സീലറിൽ തന്നെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പരിചയപ്പെടുന്നത്. ഈ ഹാൻഡ് സീലർ സാധാരണഗതിയിൽ ഇങ്ങനെ സീൽ ചെയ്യുമ്പോൾ ഇതിനിങ്ങനെ ലൈനായിട്ടാണ് സീൽ ചെയ്യുന്നത്. ഒരു ലൈൻ, 2 ലൈൻ ഒക്കെ ഇട്ടാണ് സീൽ. ഇതിപ്പോ ഞങ്ങൾ അവതരിപ്പിക്കുന്ന 5 mm സീലിംഗ്. 5 mm വരെ ഇതേപോലെ ലൈൻ അല്ലാതെ 5 mm വിത്തിൽ സീലിംഗ് കിട്ടുന്ന ഒരു സീലിംഗ് മെഷീനാണത്. 5 mm എന്ന് പറയുമ്പോൾ സാധാരണ ബാൻഡ് സീലറിന്റെ അത്രയും, ബാൻഡ് സീലറിന് ഏകദേശം 5 mm ഒക്കെയാണ്. 5, 10, 5 മുതൽ 8, 10 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്നാലും ബാൻഡ് സീലറിന് കിട്ടുന്ന അത്രയും ഒരു സേഫ്റ്റി ഏകദേശം കിട്ടുന്നതാണ്. അത്രയും കോസ്റ്റ് വരുന്നില്ല. ബാൻഡ് സീലർ വാങ്ങുമ്പോൾ ഏകദേശം 18, 19 രൂപയൊക്കെ കോസ്റ്റ് വരുന്ന ആവറേജ് സ്റ്റാൻഡൊക്കെ ഉള്ളതിന് വരുന്ന കോസ്റ്റ്. പക്ഷെ ഇതിന് വരുമ്പോൾ ഏകദേശം 3800, 3900 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ചെറുകിടക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സീലിംഗ് മെഷീനാണ്. 5 mm സീലിംഗ് വിട്ടുള്ള, ലൈനല്ല, സീലിംഗിന്റെ വിട്ടുള്ള ഹാൻഡ് സീലർ ആണ്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ വന്നത്. ഇതുപോലുള്ള പൗച്ചുകളെല്ലാം ഞങ്ങളുടെ ഉണ്ട്. പേപ്പർ പൗച്ച് ആയാലും ഈ പേപ്പർ പൗച്ചിൽ നമുക്ക് സീൽ ചെയ്ത് ഇതിനകത്ത് സീലിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇതും സീലാവും. അപ്പൊ പേപ്പർ പൗച്ച്, റെക്ടാങ്കുലർ പൗച്ച്, സ്റ്റാൻഡ് പൗച്ച്, ഇതുപോലെ റെഡിമെയ്ഡ് പൗച്ചസ്, അലൂമിനിയം പൗച്ച്, റിട്ടോർട്ട് പൗച്ച്, വാക്യൂം പൗച്ച്, ഇതെല്ലാം ചേരാനൊരു A to Z പാക്കേജിങ്ങിലുണ്ട്. അത് സീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞത് ഹാൻഡ് സീലർ ഉണ്ട്, ബാൻഡ് സീലർ ഉണ്ട്. കുറഞ്ഞ മുതൽ മുടക്കി ചെയ്യാൻ പറ്റാവുന്നവർക്ക് ഹാൻഡ് സീലർ ധാരാളം മതിയാവും. കാരണം ഇപ്പോൾ അതിന് 5 mm വിട്ടിൽ സീലിംഗ് കിട്ടുന്നുള്ളതാണ്. ഞങ്ങളുടെ മറ്റു വീഡിയോകൾ കാണുക, പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ കാണുക. അതിൽ പല പല തരത്തിലുള്ള ഓപ്ഷൻസ് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.